ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമുക്ക് പല ആളുകളിലും കാണുന്ന, അതായത് പ്രണയിക്കുന്ന ആളുകളിൽ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് പലർക്കും സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിൽ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബ്രേക്കപ്പായ ആളെ വേണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. ആ ഒരാളെ തന്നെ ലൈഫിൽ കിട്ടിയാൽ നന്നായിരുന്നു, ഇല്ലെങ്കിൽ അവർ തിരികെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി സന്തോഷം, അങ്ങനെയാണെങ്കിൽ അവരുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ടും ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസും ഇല്ല എന്നുള്ളതാണ്. അതായത് ഇവർ കുറേ നാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. അവരെന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുമായിരിക്കും, ഇല്ലെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം മറന്നിട്ട് വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ എത്ര നാൾ വെയിറ്റ് ചെയ്തിട്ടും ഒരു റിസൾട്ടും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ടും ഒരു റിസൾട്ട് കാണുന്നില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പോൾ ഞാൻ മുന്നേ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും അവരെ കോൺടാക്ട് ചെയ്യാൻ നിൽക്കരുത്, അതേപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ അപ്ഡേഷൻസ് ഒന്നും അറിയിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് മാറിയിട്ടാണ്, അതായത് അതല്ലാണ്ട് വേറെ കുറച്ച് കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് അവസാനമായിട്ട് നിങ്ങളൊരു മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ മെസ്സേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾ അയക്കേണ്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സോറി പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാമല്ലോ. അതല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, അങ്ങനെ തന്നെ അയക്കണം എന്നല്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് അയക്കാം. അതായത് ഇങ്ങനെ പറയാം, ഇപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ ഒരു കാര്യം ചെയ്തത് തെറ്റാണെന്നുള്ളത് എനിക്കറിയാം, ഞാനത് അംഗീകരിക്കുന്നുണ്ട്, നിനക്കത് വിഷമമായിട്ടുണ്ടാവും എന്നുള്ളതും എനിക്കറിയാം, ഐ എം സോറി എന്നുള്ള രീതിയിൽ അയക്കാം. അപ്പം ഞാൻ നിന്നെ സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, എനിക്ക് നിന്നോട് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് നിങ്ങൾ അയക്കാം. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ രീതിയിലാവണം നിങ്ങൾ അയക്കുന്നത് എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം അവർക്ക് ഏത് രീതിയിൽ അയച്ചാലാണ് കുറച്ചുകൂടി അവരെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പം ആ രീതിയിലാണ് നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കേണ്ടത്. ഉദ്ദേശിക്കുന്നത് ഒരു ക്ഷമാപണം എന്നുള്ള രീതിയിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾ അവർക്ക് അയച്ചിടുക. അപ്പോൾ അത് അയച്ചിട്ടിട്ട് അപ്പം തന്നെ അവർ നോക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കുറേ സമയം എടുക്കുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഓൺലൈനിലൊക്കെ വരുന്നുണ്ടെങ്കിലും അവരത് നോക്കണം എന്നൊന്നുമില്ല, പതിയെ ആയിരിക്കും നോക്കുന്നുണ്ടാവാം. അപ്പോൾ അവർ നോക്കുന്നത് വരെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് ഒരിക്കലും മെസ്സേജ് അയക്കരുത് എന്നുള്ളത്. അങ്ങനെ അല്ലാതെയാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇപ്പോൾ ഇതെന്താണ് മാറി പറയുന്നത്, അപ്പോൾ ഇതായി ചെയ്താലാണോ അത് ചെയ്താലാണോ റിസൾട്ട് കിട്ടുക എന്നുള്ളത്. ഇവിടെ നമ്മൾ ഏത് രീതിയിലാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു രീതിയിലും ഒരു റെസ്പോൺസും തരുന്നില്ല, ആരോടും നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടും ഒരു റെസ്പോൺസും അവരുടെ ഭാഗത്തുനിന്ന് ഇല്ല, നിങ്ങൾ അവരെ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടും ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഒരു രീതിയിലും അവർ മാറാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ക്ഷമാപണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളിങ്ങനെ ക്ഷമയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ ചെറിയൊരു സോഫ്റ്റ് കോർണർ നിങ്ങളോട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അതായത് കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ബ്രേക്കപ്പ് സംഭവിച്ചിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അല്ല ഞാൻ പറയുന്നത്, കുറച്ച് ടൈം എടുത്തു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്, അത് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ആയിട്ടും ഒരു രീതിയിലും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതും കാര്യങ്ങളൊന്നും ഇല്ല, പിണങ്ങിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തു നോക്കാം. അപ്പോൾ ഈ ഒരു മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ സോറിയൊക്കെ ചോദിക്കുമ്പോൾ ചെറിയൊരു സോഫ്റ്റ് കോർണറൊക്കെ വന്നു കഴിയും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ തരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഓക്കെ എന്നുള്ളതൊക്കെ ആയിരിക്കും ചിലപ്പോൾ തരുന്നുണ്ടാവുക, വളരെ ചെറുതായിട്ടായിരിക്കും ആൻസർ തരുന്നുണ്ടാവാം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിപ്ലൈ ഒന്നും കൊടുക്കരുത്. അതായത് നിങ്ങൾ അയക്കുന്ന ആ ഒരു സോറി പറയലിന് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ എന്നുള്ള ഒരു റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ എന്നോ എന്തോ ഒക്കെ ആയിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടാവാം. അപ്പം അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിച്ച് അവർക്ക് മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യന് വളരെ ഷോർട്ടായിട്ട് ആൻസർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സ്വഭാവം വേണ്ട. ഈ ഒരു സോറി പറച്ചിൽ മാത്രം, അത് കഴിഞ്ഞാൽ അവർ തരുന്ന റിപ്ലൈക്ക് വീണ്ടും നിങ്ങളൊരു ഓക്കെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതോടുകൂടി അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു സ്റ്റോറി ഇടുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ അവർക്ക് അയക്കുന്ന മെസ്സേജ്, ആ മെസ്സേജ് അയച്ച ദിവസം തന്നെ ഇടണമെന്ന് ഞാൻ പറയുന്നില്ല, പിറ്റേ ദിവസമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റോറി ഇടാം. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെസ്സേജ് അയച്ചതിൻ്റെ വൈകിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോറി ഇടാം. അപ്പോൾ അന്നോ അല്ലെങ്കിൽ അതിന് പിറ്റേ ദിവസമൊക്കെ ആയിട്ട് സ്റ്റോറി ഇടേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു പിക്ക്, ഒരു ഫോട്ടോ നിങ്ങൾക്ക് സ്റ്റോറി ഇടാം. അതായത് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു പിക്ക്. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ആ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോട്ടോ ഇടാം. ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഫാമിലിയുടെ കൂടെയോ ആരുടെ കൂടെ ആയിട്ടാണെങ്കിലും നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് എന്ന് അറിയിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ സ്റ്റോറി ഇടുക എന്നുള്ളതാണ്. സ്റ്റോറി ഓർ സ്റ്റാറ്റസ് ഏതായാലും നിങ്ങളുടെ ഇഷ്ടമാണ്. അവർ കാണാൻ സാധ്യതയുള്ള ആ ഒരു ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ ഇടുക.
അപ്പോൾ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അതെന്തായാലും അവർ കാണും. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി മെസ്സേജ് അയച്ചും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് റിപ്ലൈ തന്നു. നമ്മൾ തിരിച്ചങ്ങോട്ട് വേറെ മെസ്സേജും കാര്യങ്ങളൊന്നും അയച്ചിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റോറിയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ വല്ലാത്ത ചിന്തകൾ ഇങ്ങനെ വന്നു തുടങ്ങും. അതായത് നമ്മൾ മെസ്സേജൊക്കെ അയച്ചു, പക്ഷെ ആൾ ഭയങ്കര ഹാപ്പി ആണല്ലോ, എനിക്ക് മെസ്സേജ് അയച്ചതിൽ ആൾ ക്ഷമാപണം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ ആണല്ലോ ഇട്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള ചോദ്യം അവരുടെ മനസ്സിൽ തന്നെ വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കാരണം അറിയാനുള്ള ഒരു ആഗ്രഹമൊക്കെ അവരുടെ മനസ്സിൽ വരും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ തന്നെ ഈ സ്റ്റോറിക്ക് ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ലൈക്കോ റിപ്ലൈസ് എന്തെങ്കിലും കാര്യങ്ങൾ വരും. അതല്ലെങ്കിൽ അവരായിട്ട് തന്നെ ഒരു മെസ്സേജ് ഇങ്ങോട്ട് അയക്കും, ഒരു ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റോറി ഇടാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ എന്തായാലും അവരുടെ മനസ്സിൽ കുറേ കൺഫ്യൂഷൻസും കുറേ കാര്യങ്ങളും അല്ലെങ്കിൽ പലതും നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും ഒക്കെ വരും. അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ അവരുടെ മനസ്സിൽ വരാം. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ ഒരു മെസ്സേജ് അയക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റോറി ഇടുക എന്നുള്ളതാണ്. അതുവരെ നിങ്ങൾ വലിയ രീതിയിൽ സ്റ്റോറി ഒന്നും ഇട്ടിട്ടുണ്ടാവില്ലായിരിക്കാം. അതായത് കുറച്ച് നാളത്തേക്ക് നിങ്ങൾ ബ്രേക്കപ്പ് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് നിങ്ങൾ സ്റ്റോറിക്ക് ഇടാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് ഒക്കെ അയച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു സ്റ്റോറി ആണ് ഇടേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ ആണ് സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആയിട്ട് വെക്കേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ അവരൊരു മെസ്സേജ് എന്തായാലും അയക്കുന്നുണ്ടാവും. ഇങ്ങോട്ടായിട്ട് ഇനി ഒരു മെസ്സേജ് അയക്കാൻ തുടങ്ങും. അങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് ആൻസേഴ്സ് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കരുത്. അതായത് നീ ഒന്ന് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാനുള്ളതൊക്കെ അങ്ങോട്ട് പറഞ്ഞു തീർക്കരുത്. വളരെ കുഞ്ഞു ആൻസേഴ്സ് മാത്രം നിങ്ങൾ അവർക്ക് കൊടുക്കുക. അങ്ങനെ മാത്രം മെസ്സേജ് അയക്കാം. ഒരുപാട് അയച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭയങ്കര വലിയ സ്റ്റോറിയൊക്കെ അയച്ചു കഴിഞ്ഞാൽ അവർക്കത് മടുപ്പാവും, പിന്നെ അവർ അയക്കില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയാനുള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അവർക്ക് അറിയാനുള്ളതൊക്കെ നമ്മുടെ ഇത് കിട്ടുകയും അറിയുകയും ചെയ്തു എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കൊന്നും നമ്മുടെ ഇത് അറിയാണ്ടാവില്ല. അപ്പോൾ പിന്നെ അവർ മെസ്സേജ് അയക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന അത്രയും വേദനകൾ അല്ലെങ്കിൽ അവർ പോയതിന് ശേഷം നമുക്കുണ്ടായിരുന്ന സങ്കടങ്ങളൊക്കെ അങ്ങോട്ട് നമ്മൾ വലിയ മെസ്സേജ് സ്റ്റോറി ആയിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തു എന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാനില്ലാണ്ട് ആൾ തീരെ ഹാപ്പി ആയിരുന്നില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ ആകുമ്പോൾ പിന്നീട് അവർക്ക് നമ്മളോട് മെസ്സേജ് അയക്കാനുള്ള ഒരു ആഗ്രഹമൊന്നും ഉണ്ടാവില്ല, അതിങ്ങനെ കുറഞ്ഞു വരും. നമുക്ക് വേണ്ടത് നമ്മുടെ പുറകെ അവരെ ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എപ്പോഴും മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടം കൂടുതലാക്കി അട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരയക്കുന്ന മെസ്സേജിന് ഷോർട്ടായിട്ട് മാത്രം റിപ്ലൈസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ, അപ്പോൾ അവർ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചയച്ച് ഇങ്ങനെ വരികയാണ്. വന്നു കഴിയുമ്പോൾ ലാസ്റ്റായിട്ട് ചിലപ്പോൾ അവർ നിങ്ങളോട് ചോദിക്കും, നിങ്ങളിങ്ങനെ വളരെ ഷോർട്ടായിട്ട് ആൻസേഴ്സ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മാറ്റമൊക്കെ കാണുന്ന സമയത്ത് ആൾ ചോദിക്കും ഇപ്പോഴും എന്നെ ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമില്ലേ, അതല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാം, ഇങ്ങനെ എന്തെങ്കിലും കാര്യം അവരുടെ ഭാഗത്ത് നിന്ന് വരുമായിരിക്കും. നിങ്ങളപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കാര്യം പറയാം, എനിക്കിപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാനായിട്ട് തീരെ താല്പര്യമില്ല, അപ്പോൾ കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പായിട്ട് പഴയതുപോലെ മുന്നോട്ട് പോകാനാണെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല, അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് ആയിരിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ മെസ്സേജ് അയക്കാനോ ആണെന്നുണ്ടെങ്കിൽ എനിക്കതിന് സമയമില്ല. ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണെങ്കിൽ ഞാൻ ഓക്കെ ആണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾ കാര്യം പറയുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് ആഗ്രഹം എന്നുള്ളത് പറയും. അതായത് നമ്മളവിടെ അവരുടെ മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട ചിന്ത എന്ന് പറയുന്നത് ഇപ്പം ഞാൻ റെഡി ആയി കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് എനിക്ക് കിട്ടും, അതല്ലെങ്കിൽ ആൾ കയ്യിൽ നിന്ന് പോവും എന്നൊരു ചിന്തയാണ് അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിനാണ് ഈ രീതിയിൽ, അതായത് നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയാതെ പറയുന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. എന്ന് കരുതിയിട്ട് നീ പോയി എനിക്ക് വേറെ ആളെ കിട്ടും എന്നല്ല പറയേണ്ടത്, കാരണം ഇവരെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാശിപ്പുറത്ത് അവർ പോവും. അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയരുത്. പക്ഷെ നിങ്ങൾ തിരക്കിലാണ്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട്, അപ്പോൾ വെറുതെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കാൻ പറ്റില്ല. പക്ഷേ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ താല്പര്യമുണ്ട് എന്ന് അറിയിക്കുന്ന രീതിയിൽ നിങ്ങൾ അവരോട് സംസാരിക്കാം. അപ്പോൾ അത് കഴിയുമ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ആൻസർ കിട്ടും. അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം. ചിലപ്പോൾ ആൾക്ക് റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആളത് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആ ഒരാൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോവാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേക്കുക. അതായത് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ആ ഇഷ്ടമൊക്കെ തുറന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയുള്ളത് ഇപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതായത് അവർ വേണമെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകാം, വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ പോലെ നിങ്ങളുടെ ഇപ്പോൾ നഷ്ടമായിട്ടുള്ള പ്രണയമൊക്കെ തിരിച്ച് കിട്ടട്ടെ എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ വീണ്ടും പറയുന്നു, മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ അല്ല ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്ത് നോക്കിയിട്ട് പ്രത്യേകിച്ച് ഫലമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കാരണം ഇപ്പം നമുക്ക് എല്ലാവരെയും ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, അതായത് എല്ലാവരുടെയും എല്ലാ സ്വഭാവങ്ങളും ഒന്നാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഒന്നായിരിക്കുള്ളൂ. അപ്പം നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഓക്കെ ആവണം എന്നുള്ളത് അത് നമുക്കൊരു ഉറപ്പുമില്ല. ചില ആളുകൾക്ക് അത് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് കിട്ടും, ചിലർക്ക് ചിലപ്പോൾ അത്
റിസൾട്ട് കിട്ടണം എന്നില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അതിൽ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അതിൽ കിട്ടിയില്ലെങ്കിൽ ഇതിലെന്തായാലും കിട്ടും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് റിസൾട്ട് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക, അത് എത്രത്തോളം ശരിയാണ് സത്യമാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളുടെ കൂടെ തന്നെയുള്ള ലൈഫ് കിട്ടട്ടെ, സന്തോഷകരമായുള്ള ലൈഫ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്